റബീഉൽ അവ്വൽ മാസത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്കറിയാം, ഈ മാസം എത്തിക്കഴിഞ്ഞാൽ സുന്നികളായ മുസ്ലിയാക്കന്മാർ നമ്മുടെ നാടുകളെ, പാവപ്പെട്ട ജനങ്ങളെ ബിദ്അത്തിലോട് ക്ഷണിക്കുകയാണ്, ബിദ്അത്തുകൾ ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ്. പ്രവാചകന്റെ നബിദിനം എന്ന പേരിൽ അവർ ഓരോ ബിദ്അത്തുകൾ അങ്ങ് ചെയ്തു കൂട്ടുകയാണ്. സഹോദരങ്ങളെ, ഈ ജന്മദിനാഘോഷം കൊണ്ടുവന്നത് ഈജിപ്തിലെ ഫറോവമാരാണ്. ഈ ജന്മദിനാഘോഷം ആദ്യം കൊണ്ടുവന്നത് സഹോദരങ്ങളെ ആരാധകരായ, വിഗ്രഹാരാധകരായ, അഗ്നി ആരാധകരായ മനുഷ്യന്മാരാണ് ആ ഫറോവമാർ. അവരാണ് ഈ ജന്മദിനമെന്ന ഈ ഒരു കോപ്രായം ആദ്യം കൊണ്ടുവന്നത് സഹോദരങ്ങളെ. പ്രവാചകന്മാരാവട്ടെ, അമ്പിയാക്കളാവട്ടെ, ഔലിയാക്കളാവട്ടെ, സാധാരണക്കാരാവട്ടെ, ഇവരാരുടെയും ജന്മദിനം ആഘോഷിക്കുന്നത് ഇസ്ലാമികമല്ല സഹോദരങ്ങളെ. ഇസ്ലാമിൽ കടുത്ത ശത്രുക്കൾ ഫറോവമാർ കൊണ്ടുവന്നത് പിന്നീട് അതിനെ ഏറ്റെടുത്തത് ക്രിസ്ത്യാനികളും ജൂതന്മാരും ഏറ്റെടുത്ത് കൊണ്ടുവന്ന കാര്യമാണ് ഈ ജന്മദിനം ആഘോഷം എന്ന് പറയുന്നത്. ക്രിസ്ത്യാനികളാവട്ടെ, ഈസാ നബിയുടെ ജന്മദിനം ക്രിസ്മസ് എന്ന പേരിൽ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതേ വരിയിലാണ് ഈ സുന്നികളെന്ന് പറഞ്ഞു നടക്കുന്ന ഈ മുസ്ലിയാക്കന്മാർ കൊണ്ടുവന്നത് നബിദിനം. പ്രവാചകന്റെ നബിദിനം നമ്മൾ ആഘോഷിക്കണമെന്ന് അവർ പറഞ്ഞു വരികയാണ്. സലഫികൾ ഇതിനെ എതിർക്കുന്നത് നബിയോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, പ്രവാചകനോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് ഇതൊന്നും ഇസ്ലാമികമല്ല എന്നതുകൊണ്ടാണ് ഈ സലഫികൾ ഇതിനെ എതിർക്കുന്നത്. അള്ളാഹുവിന്റെ റസൂൽ ജനിച്ചത് നമ്മൾ സന്തോഷിക്കേണ്ട ഒരു കാര്യമാണ്. അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പ്രവാചകനായി നിയോഗിക്കപ്പെട്ടത് നമ്മൾ വളരെ സന്തോഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മളത് എങ്ങനെയാണ് സന്തോഷിക്കേണ്ടത്, നമ്മളത് എങ്ങനെയാണ് ആഘോഷിക്കേണ്ടത്? സഹോദരങ്ങളെ, പ്രവാചക ശരി നമ്മൾ മുറുകെ പിടിക്കുക. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മനുഷ്യൻ രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ എന്തൊക്കെ ചെയ്യണമെന്ന് റസൂൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് വേണം നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ സ്നേഹിക്കേണ്ടത്. അതല്ലാതെ ഈ നബിദിനം എന്ന പേരിൽ ഡിജെയും പാട്ടും കൂത്തും കാണിച്ചുകൊണ്ടല്ല, ദഫ്മുട്ടും അറബനമുട്ടും കോൽക്കളിയും എന്ന പേരിൽ റോഡിൽ റാലി പോയിക്കൊണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടല്ല, വാഹനങ്ങൾക്ക് തടസ്സം ഏർപ്പെടുത്തിക്കൊണ്ടല്ല നമ്മൾ ജന്മദിനം ആഘോഷിക്കേണ്ടത്. ജന്മദിനം ഇസ്ലാമികമല്ല സഹോദരങ്ങളെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര സുന്നത്തുകളാണ് പഠിപ്പിച്ചു വന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥത്തിൽ സ്നേഹമുണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് നമ്മൾ താടി നീട്ടി വളർത്തും, മീശ വെട്ടി ചെറുതാക്കും, വസ്ത്രങ്ങൾ നിര്യാണിക്ക് മുകളിൽ നമ്മൾ കയറ്റി കൊടുക്കും. സഹോദരങ്ങളെ, അതുപോലെ തന്നെ റസൂൽ പഠിപ്പിച്ച ധാരാളം സുന്നത്തുകളുണ്ട്. നമ്മൾ അതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് അതൊക്കെ നമ്മൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ അതാണ് യഥാർത്ഥ സ്നേഹം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 63 വർഷക്കാലം ജീവിച്ചു. അതിൽ 23 വർഷം നബിയായി ജീവിച്ചു. അതിൽ ഒരിക്കൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല. അവിടെ നിന്ന് ദീൻ പഠിച്ച സഹാബാക്കൾ അവരാരും തന്നെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല. ആ സഹാബാക്കളിൽ നിന്ന് ദീൻ പഠിച്ച താബീങ്ങളും തബഉ താബീങ്ങളും അവരാരും തന്നെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല. പിന്നീട് വന്ന ഇമാമിങ്ങൾ, മദ്ഹബിന്റെ 4 ഇമാമിങ്ങൾ, അവരാരും തന്നെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല. സഹോദരങ്ങളെ, മഹാന്മാരായ ധാരാളം പണ്ഡിതന്മാർ ജീവിച്ചിട്ടുണ്ട്. അവർ ആരും തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കാൻ പറഞ്ഞിട്ടില്ല, ആഘോഷിച്ചിട്ടുമില്ല. പിന്നീട് വന്ന സലഫ് സ്വാലിഹീങ്ങളായ ഇമാമിങ്ങൾ എത്രയോ ആളുകളുണ്ട്, അവർ ആരും തന്നെ ആഘോഷിക്കാൻ പറഞ്ഞതുമില്ല. ഇവിടെ ഗ്രന്ഥങ്ങളൊന്നും കാണാൻ ഒട്ടും സാധിക്കുകയുമില്ല. സഹോദരങ്ങളെ, പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ജന്മദിനം ആഘോഷിക്കുന്നത്?